ശുദ്ധത്തോടെ ഹല്ലേലൂയ പാടും ഞാൻ. കണ്ണുനീരില്ല എൻ വീട്ടിൽ ഞാനും ചെന്നു ചേരുമ്പോൾ ശുദ്ധത്തോടെ ഹല്ലേലൂയ പാടും ഞാൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. നമ്മളുടെ സ്വകുടുംബത്തിൽ നിന്ന്, നമ്മുടെ പിതാവിൽ നിന്ന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. സ്വർഗസന്നിധിയിൽ പിതാവിനോട് കൂടെ ജീവിച്ചാൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഗ്ലോറി. ആ സന്തോഷത്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഭൂമിയെ ഇൻഫ്ലുവൻസ് ചെയ്യണം, ഭൂമിയെ സ്വാധീനിക്കുവാൻ ഇടയാകണം. ദൈവത്തിനുള്ള ചിന്തകളാൽ നാം ഭൂമിയെ സ്വാധീനിക്കുവാൻ ഇടയാകണം. ലോകത്തിലേക്ക് നോക്കുമ്പോൾ ദുഃഖങ്ങളും നെടുവീർപ്പുകളും വിഷയങ്ങളും പ്രശ്നങ്ങളും ടെൻഷനുകളും ഒക്കെയാ ഭൂമിയിൽ നിന്ന് വരാനുള്ളത്. പക്ഷെ ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്തോഷം മാത്രമേ നമുക്ക് വരാനുള്ളൂ. ദൈവത്തിന്റെ ജീവൻ മാത്രമേ നമ്മുടെ ജീവനിലേക്ക് ലഭ്യമാകാനുള്ളൂ. ആ സ്വർഗീയ സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം പ്രിയരെ, ദൈവവചനം പറയുന്നു, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. കാരണം ഞാനും നിങ്ങളും ക്രിസ്തയേശുവിൽ ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന വ്യക്തികളാണ്. ക്രിസ്തയേശുവിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ആ ഒരു കൽപ്പന ലംഘനം നടക്കുന്നത് കൊണ്ടാണ് പലരുടെയും മുഖം വാടിയിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ആ ഒരു കൽപ്പനയുടെ ലംഘനം നടന്ന ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, ഇതാ ചേട്ടത്തിലോട്ട് നോക്കുമ്പോൾ, അനിയനിലോട്ട് നോക്കുമ്പോൾ, അമ്മായിയമ്മയിലോട്ട് നോക്കുമ്പോൾ, അമ്മായിയപ്പനോട്ട് നോക്കുമ്പോൾ, സ്റ്റാഫിലോട്ട് നോക്കുമ്പോൾ, എംപ്ലോയറിലേക്ക് നോക്കുമ്പോൾ, ബാങ്ക് അക്കൗണ്ടിലേക്ക് നോക്കുമ്പോൾ, ജീവിത പങ്കാളിയിലേക്ക് നോക്കുമ്പോൾ മുഖം വാടുന്നു. ഗ്ലോറി. ഇവിടെ ഉള്ളവരെല്ലാം ഇരിക്കുന്നത് നമ്മൾ അവരെ സന്തോഷിപ്പിക്കാനാണ്. ഗ്ലോറി, ഹല്ലേലൂയ. പക്ഷേ ഇതാ അതിലൊരു ചെറിയ കുറച്ചിൽ വരുമ്പോൾ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ നുള്ളി നമ്മുടെ ഹൃദയത്തെ ഒക്കെ നോവിച്ചുകൊണ്ടേയിരിക്കും. ഗ്ലോറി. എന്നാൽ ഈ സമയം പ്രിയരെ, അങ്ങനെയുള്ള നോവലുകളെല്ലാം നമുക്ക് ആത്മീയമായി വളരാനുള്ള ഒരു വളമായിട്ട് ഏറ്റെടുക്കുക. എന്നിട്ട് നമ്മളുടെ നോട്ടം ഈ ഭൂമിയിൽ നിന്ന് വിട്ടിട്ട് കർത്താവിന്റെ വചനം പറയുന്നത് പോലെ ഇനി ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പൻ. ഗ്ലോറി. ഇതാ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നാം മനസ്സിലാക്കി ബീസ്റ്റ് ആൻഡ് ബീസ്റ്റ് ചർച്ചസ്. ഗ്ലോറി. അതിന്റെ ഇതാ രണ്ടാം ഭാഗമാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്, കുറച്ചും കൂടി ആഴത്തിൽ എന്താണ്. ഗ്ലോറി. ഇതാ ബീസ്റ്റ് സംവിധാനത്തിന്റെ പ്രത്യേകത, ബീസ്റ്റ് ചർച്ചകളുടെ പ്രത്യേകത, ആ ചർച്ചകൾ ഫോക്കസ് ചെയ്യുന്നത് ലോകത്തിലേക്കായിരിക്കും. ആ ചർച്ചകൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ഈ ജഡവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കും. ഗ്ലോറി. അത് ഇവിടം കൊണ്ട് നശിച്ചു പോകുന്നതാ. ഇതുകൊണ്ടാണ് നാം വാക്യം പ്രതി വാക്യമായിട്ട് വായിച്ച ഫിലിപ്പിയ ലേഖനത്തില് നമ്മൾ ഇങ്ങനെ വായിച്ചു. അതിന്റെ 3-ാം വാക്യത്തിൽ, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം. എവിടെ ആശ്രയിക്കാൻ ചെയ്യാതിരിക്കുന്നത്? ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാമല്ലോ യഥാർത്ഥ പരിച്ഛേദനക്കാർ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോ ഈ ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ ഈ ചാപ്റ്റർ ശുശ്രൂഷ തലത്തെ രണ്ടായിട്ട് വിഭജിക്കുകയാണ്. ഒന്ന് ജഡത്തിൽ ആശ്രയിക്കുന്ന ശുശ്രൂഷകൾ, മറ്റൊന്ന് ആത്മാവിൽ ആശ്രയിക്കുന്ന ശുശ്രൂഷകൾ. രണ്ടായിട്ട് തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ജഡത്തിൽ ആശ്രയിക്കുന്ന ശുശ്രൂഷക്കാർ ആകാത്ത വേലക്കാരാണ്. ആ ആകാത്ത വേലക്കാരെ സൂക്ഷിച്ചു കൊള്ളണം. ഗ്ലോറി. ആകാത്ത കൂട്ടരാണ്, അവരെ സൂക്ഷിച്ചു കൊള്ളണം. അവരുടെ ദൈവം എന്ന് പറയുന്ന വയറാണ്. അവരെ ഇതെല്ലാം ചെയ്യുന്നത് വയറിന് വേണ്ടിയാണ്. എങ്കിൽ അത് അവരുടെ ചിന്ത, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്ത മുഴുവൻ ഭൂമിയിലുള്ളതാണ്. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഗ്ലോറി. അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തോളാം. അവരുടെ ഫോക്കസ് മുഴുവൻ ഭൂമിയിലാണ്. അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഭൂമിയിലാണ്. ഗ്ലോറി. അവർ വലുതാകാൻ ആഗ്രഹിക്കുന്ന ഭൂമിയില. ഇടയ്ക്കിടയ്ക്ക് നിത്യജീവൻ എന്നൊക്കെ പറയുമെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇതാ ഈ മാലപ്പടക്കം പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന ഒരു അമിട്ടില്ലേ, അമിട്ട് പോലെ ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടുന്നേ ഉള്ളൂ. പക്ഷെ ഫോക്കസ് മുഴുവൻ ഈ ലോകത്തിലാണ്. ഗ്ലോറി. അല്ലാതെ ഇങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നത്, ഇതാ
ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം ഞാൻ നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നു, എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്കത് ഉറപ്പാകും. ഈ വാക്യം എടുത്ത് സന്തോഷിപ്പിൻ എന്നുള്ള വാക്യം എടുത്ത് ദൈവം നമ്മളെ സന്തോഷിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. എവിടെ? ഇൻ ക്രൈസ്റ്റ്. കർത്താവിൽ. എപ്പോഴും കർത്താവില. ദാറ്റ് ഈസ് എ റിലം. നമ്മൾ ആദത്തിലായിരുന്നത് പോലെ ഇന്ന് നാം കർത്താവില. ആ കർത്താവിൽ. അതുകൊണ്ട് ഉയരത്തിലെ സന്തോഷം കിട്ടൂ. അതാണ് ഇവിടെ സന്തോഷം കിട്ടണമെങ്കിൽ ഇവിടുത്തെ മാർഗങ്ങൾ വേറെയുണ്ട്. ആ മാർഗങ്ങൾ വേറെയാണ്. ഇതാ ഇവിടുത്തെ സിനിമകൾ, ഇവിടുത്തെ ഫാന്റസി പാർക്കുകൾ, ഇവിടത്തേതായ സീരിയലുകൾ, അത് വേറെ. ആയനോ അല്ല നമ്മുടെ സന്തോഷം. നമ്മുടെ സന്തോഷം കർത്താവില. ആ സ്ഥലം കർത്താവില, ഭൂമിയിലല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇനിയും താഴെ ഇത് ബീസ്റ്റ് ചർച്ചകാർ എന്താ ചെയ്യുക? ബീസ്റ്റ് ലൈക്ക് ഇത് ഈ ലോകത്തിലെ ഒരു ആഘോഷമായിട്ട് അങ്ങ് മാറ്റിയെടുക്കും. ഗ്ലോറി. അപ്പൊ ദൈവവചനം പറയുകയാണ്, എന്റെ കുഞ്ഞുങ്ങളെ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല എന്ന് വീണ്ടും പറയുകയാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇതാ ഇന്ന 3 സ്റ്റാർ ഹോട്ടലിലെ പാർട്ടിയോ അവിടത്തേതായ സംഭവങ്ങളോ ഒന്നും അല്ല. ദൈവരാജ്യം ജഡത്തിലെ ഭക്ഷണവും പാനീയവും അല്ല. വെരി ക്ലിയർ. അല്ല. നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞേ? നമ്മൾ പലരും ചിന്തിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? ജഡത്തിലെ ഭക്ഷണവും പാനീയവും. അതൊന്നും തട്ടി തകർത്ത് താഴെ ഇടാൻ വേണ്ടി കർത്താവിന്റെ ആത്മാവ് പറയുന്നത് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണവും പാനീയവും അല്ല. ആദ്യം ഒന്ന് ഉറപ്പിക്കുക, അതല്ല, ജഡത്തിലെ ഉള്ളതല്ലെന്ന്. പകരം അത് ഇൻവിസിബിളാ, അദൃശ്യമാ. നീതിയും സമാധാനവും ദൈവാത്മാവിന്റെ അന്തരീക്ഷത്തിലുള്ള സന്തോഷവുമാണ്. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് ഇതാ നമ്മുടെ അപ്പനോട് കൂടെയാണ്. ഗ്ലോറി. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവസാനം അവിടെ എഴുതിയിരിക്കുന്ന വാക്യം കണ്ടായിരുന്നു നിങ്ങൾ? ഇതാ ലൂക്കോസ് സുവിശേഷത്തില് ധൂർത്തപുത്രൻ തിരിച്ചു വരുന്ന ആ സമയത്ത് അവർ എഴുതിയിരിക്കുക, തിരിച്ചു വന്നപ്പോ അങ്ങനെ അവർ സന്തോഷിച്ചു തുടങ്ങി. ആരുമായിട്ട്? അപ്പനുമായി സന്തോഷം തുടങ്ങി. ഇതൊരു സന്തോഷമാണ് സഹോദരങ്ങളെ. നിങ്ങളൊക്കെ ആരാധിച്ചപ്പോ എത്ര പേര് ആ സന്തോഷം അനുഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ആ സന്തോഷത്തിൽ മതിമറന്ന് ജീവിക്കുകയായിരുന്നു. ഗ്ലോറി. കാരണം ഞാനിപ്പോ എന്നെയും നിങ്ങളെ കർത്താവ് ആരാക്കി നിൽക്കുന്നു പറയാമോ? ഞാനും നിങ്ങളുമാണ് കർത്താവിന്റെ ഭവനം. ഗ്ലോറി. ഇന്ന് എന്നിലൂടെയും നിങ്ങളിലൂടെയും കർത്താവ് ഭൂമിയിൽ ജീവിക്കുകയാ. ഗ്ലോറി. ദൈവം ഭൂമിയിൽ ജീവിക്കുകയാ. എങ്ങനെ? എന്നിലും നിങ്ങളിലൂടെ ഭൂമിയിൽ ജീവിക്കുകയാ. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ ജീവിക്കുക എങ്ങനെ? ഈ കർത്താവിലൂടെ സ്വർഗത്തിൽ ജീവിക്കുന്നു. കർത്താവ് നമ്മിലൂടെ ഭൂമിയിൽ ജീവിക്കുന്നു, നമ്മൾ കർത്താവിലൂടെ സ്വർഗത്തിൽ ജീവിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതെങ്ങനെയാണ്? ദൈവത്തിന്റെ വചനം പറയുന്നു കർത്താവ് നമ്മളിൽ വസിക്കുന്നു, നമ്മൾ കർത്താവിലും വസിക്കുന്നു. ഗ്ലോറി. കർത്താവ് നമ്മളിൽ വസിച്ചു കഴിഞ്ഞാൽ ഇതാ നമ്മൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കർത്താവിന് ജീവിക്കാം. അമ്മേ, നമ്മൾ കർത്താവിൽ വസിച്ചു കഴിഞ്ഞാൽ കർത്താവ് എവിടെ ഉണ്ടോ അവിടെ നമുക്ക് ജീവിക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ലൈഫ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നമ്മളിൽ ജീവിച്ച് ഇതാ ഈ ഭൂമിയിൽ ജീവിക്കുകയാ. ദൈവത്തിന്റെ വചനം അതുകൊണ്ടാണ് പറയുന്നത്, ഇതാ ഞാൻ നിങ്ങളിൽ വസിച്ച് നിങ്ങളിൽ നടക്കുന്നു. ഇരിക്കുകയല്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങുകയല്ല, നടക്കുന്നു. കാരണം ആക്ഷനാ, മൊത്തം ആക്ഷനാ. നിങ്ങളുടെ ശരീരത്തെ ഞാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ദേവദാസൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവനുള്ള ശരീരത്തെ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് കൊടുക്കുക. ഇതത്രേ ആരാധന. അല്ലാതെ രാത്രി മുഴുവൻ ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇതാ പ്രോണോഗ്രാഫിയും കണ്ടിരുന്ന് ഇതാ ചീത്തയായ തിന്മകളും കണ്ടിരുന്ന് എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവോധനം കേൾക്കാൻ വന്നിരുന്ന ഇത് കേൾക്കുന്നതൊക്കെ പാറപ്പുറത്ത് ഇടിച്ചു പോകുന്ന പോലെ പോകുന്നല്ലാതെ ഒരു കാര്യമില്ല. കാരണം ഈ ചിന്തകൾ വരുമ്പോ, ദൈവചിന്തകൾ വരുമ്പോ അതിനെ എതിർത്തുകൊണ്ട് നിങ്ങൾ കണ്ട ചിന്തകൾ അകത്തുനിന്ന് പൊങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം ഇത് ഈ ദൈവിക ചിന്തകളെ എതിർത്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കണം. നമ്മളുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഗ്ലോറി. ഇനി ഭൂമിയിലുള്ളതിലല്ല നാം സന്തോഷിക്കേണ്ടേ. ആ വൃത്തികെട്ട നേച്ചറുകൾ, ഇതാ പാപകരമായ നേച്ചറുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് ഇടയാകണം. കാരണം എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധ വിളി അത് ദൈവ മക്കളായിട്ടാണ്, ഈ ഭൂമിയെ വാഴുവാനായിട്ടാണ്. ഗ്ലോറി. ഇതൊരു സമയം പോക്കിന്റെ ക്രമീകരണം അല്ല. ഇത് നിങ്ങൾ ചർച്ചിലേക്ക് വരുന്ന വെറുതെ സമയം കളയാനല്ല.
പകരം നിങ്ങൾ ചർച്ചിലേക്ക് വരുമ്പോൾ ഇതാ നിങ്ങൾക്ക് വലിയൊരു ഒരുക്കം സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്തിലൂടെ ഓരോ വ്യക്തികൾക്ക് നൽകുകയാണ്. ഇത് ഗ്രൂപ്പ് കളിക്കാനും സംഘടന കളിക്കാനുള്ള സ്ഥലമല്ല, ഇത് ജീവൻ നേടുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന സ്ഥലമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ഇതാ എന്റെ സ്നേഹിതരെ, എന്നോടൊപ്പം ഈ വയലിൽ അധ്വാനിക്കുന്നവരെ നിങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ ഇതാ ഈ വചനം ആസ് ഇറ്റ് ഈസ് പറയുന്നതിന്റെ കാരണം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. ഇതാ ഒരു മതത്തിന്റെയോ സംഘടനകളുടെയോ ഡിനോമിനേഷനുകളുടെയോ അതിർവരമ്പുകൾ ഇല്ലാതെ ഇത് പറയുന്നതിന്റെ ഉദ്ദേശം നമ്മൾ അല്പകാലം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ഇതാ നമുക്ക് വേണ്ടി ഇതാ ഒരു മരണം മുമ്പിൽ നിൽക്കുന്നു, നമുക്ക് വേണ്ടി ഒരുപക്ഷെ ഒരു ശവപ്പെട്ടിയും ഒരുങ്ങി കിടക്കുന്നു. എന്നാ ഈ സമയത്ത് ഇത് മറക്കരുത്, ഞാനും നിങ്ങൾ ഇവിടുന്ന് പോകാൻ പോവുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചിന്തിക്കൂ, ഈ ദേവദാസൻ എപ്പോഴും മരണത്തെക്കുറിച്ച് പറയുന്നല്ലോ. കാരണം എന്നാണെന്നറിയാമോ? ദൈവവചനം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാ ഒരു ജ്ഞാനിയുടെ ഹൃദയം വിലാപ ഭവനത്തിൽ ഇരിക്കുന്നു. അവൻ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒരു വിഡ്ഢിയായ മനുഷ്യനോ ഇന്നത്തെ നല്ല കാലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. സഭാപ്രസംഗിയായി പറഞ്ഞ് 7-ാം അധ്യായം. അപ്പോ ഇതാ ജ്ഞാനം ലഭിച്ചത് കൊണ്ടാണ് ഞാനത് ചിന്തിക്കുന്നത്. നേരത്തെ എനിക്ക് പേടിയായിരുന്നു. കാരണം ഒരു മരണം നടന്ന് ആ മരണത്തിന്റെ അതായത് ആ മരണശവവും വഹിച്ചുകൊണ്ട് ഒരു വണ്ടിയും ആളുകൾ പുറകിൽ ഇങ്ങനെ പോകുമ്പോ എനിക്ക് പേടിയാ. ഞാൻ പേടിച്ച് നോക്കുമ്പോ അതിലൊരു വേട് കാണും. അത് കേൾക്കുമ്പോ എനിക്ക് വീണ്ടും പേടിയാകും. എന്താ വേണമെന്നറിയാമോ? ഇന്ന് ഞാൻ, നാളെ നീ. പേടിയാ. പിന്നെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഭയങ്കര ദൈവികനാണ് ഞാൻ. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും അത് മാറിപ്പോകും. കാരണം ലോകം അതിനെ അങ്ങ് മൂടിക്കളയും. നമ്മുടെ ആ ചിന്തകളെയും ലോകം അങ്ങ് പിടിച്ച് മൂടിക്കളയാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. പക്ഷെ ദൈവവചനം പറയുന്നു, ഇതാ ഒരു ജ്ഞാനിയുടെ ഹൃദയം 10 മിനിറ്റ് അല്ല, എപ്പോഴും അവൻ ചിന്തിക്കുന്നത് ഈ മരണത്തെക്കുറിച്ച്. അതെങ്ങനെ ഞാൻ എഫക്റ്റീവായിട്ട് ക്രോസ് ചെയ്യും. അതിന്റെ അർത്ഥം ഇന്ന് മരിക്കണമെന്നല്ല ഈ പറയുന്നേ. ഗ്ലോറി, ഇതാ ദൈവം നമുക്ക് വെച്ച ആ കോഴ്സുകൾ, ആ പ്രവൃത്തികൾ, ആ കോളിങ് മുഴുവനും നിവർത്തിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. മനസ്സിലാകുന്നുണ്ടോ? ഗ്ലോറി. പക്ഷെ അത് ഏത് സമയം നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എപ്പോഴും റെഡി ആയിരുന്നോളണം, എപ്പോഴും റെഡി ആയിരുന്നു കൊള്ളണം. ഈ ലോകത്തിൽ ഒരു വ്യക്തിയോട് സ്നേഹം എന്നല്ലാതെ വേറൊരു കടപ്പാടും ഉണ്ടാകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. എന്ത് ചെയ്യണോ? ആ വ്യക്തി എന്റെ അകത്തെ ഇതാ ആ കുഞ്ഞാടിനെ തിന്നുവെന്ന് കണ്ടാൽ ഒരല്പം മാറിക്കോളണം. ഗ്ലോറി, ഹല്ലേലൂയ. അതും വഴക്കിട്ട് നടക്കില്ല, എല്ലാവരെയും സ്നേഹിക്കുക. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ പ്രിയ ദൈവത്തിന് നമ്മുടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദ ബീസ്റ്റ് ആൻഡ് ബീസ്റ്റ് സിസ്റ്റം. നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ ആ സന്ദേശത്തിൽ മനസ്സിലാക്കി എന്താണ് ബീസ്റ്റ്. ഇതാ ബീസ്റ്റ്, ദൈവവചനം മൃഗം. എന്താണ് മൃഗം? ഇതാ ദൈവവചനം പറയുന്നത് ഈ ലോകത്തിലെ സിസ്റ്റം മുഴുവൻ മൃഗ സംവിധാനമാണ്, ഭരണം മുഴുവൻ മൃഗ സംവിധാനമാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം പഠിക്കുമ്പോൾ നാം പഠിച്ചു, ഇതാ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതോടെ 12-ാം അധ്യായം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇതാ 7 തലയുള്ള സർപ്പം. ഇതാ 13-ാം അധ്യായത്തിൽ 7 തലയുള്ള മൃഗം. എന്താണ് അന്ന് നാം മനസ്സിലാക്കിയുണ്ടായി? ആ 7 തല എന്ന് പറയുന്നത് ഈ ലോകം ഭരിക്കുന്ന സാമ്രാജ്യങ്ങളെയാണ് 7 തല രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ദാനിയേലിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നാം മനസ്സിലാക്കി, ആ തലയ്ക്കല്ല ഒരൊറ്റ ഉടലേ ഉള്ളൂ. അതിന്റെ അർത്ഥം പുറകിലല്ല ഒരാളാണ്, വ്യത്യസ്ത തലകളിൽ അപ്പിയർ ചെയ്യുന്നതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ആ തലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഇതാ അത് സാമ്രാജ്യങ്ങളെയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അവയെല്ലാം മൃഗത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്, മൃഗത്തോട്. കാരണം എന്താണ്? ദൈവവചനം പറയുന്നു, മൃഗം ഒരിക്കലും സ്പിരിറ്റിലോ സോളിലോ അല്ലെങ്കിൽ ആത്മാവിലോ ദേഹിയിലോ ശ്രദ്ധിക്കുന്നില്ല. മൃഗം ശ്രദ്ധിക്കുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ജഡമാണ്. നിങ്ങൾ മനസ്സിലാക്കി, ഒരു സിംഹത്തിന്റെയോ കടുവയുടെയോ മുമ്പിൽ നിങ്ങളെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ സിംഹം ഒരിക്കലും ചിന്തിക്കത്തില്ല ഈ സഹോദരന്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ടതാണോ, ഒരിക്കലും ചിന്തിക്കത്തില്ല. ഇവന്റെ സോള് നേടുന്നതിനെ കുറിച്ച് ഒരിക്കലും അത് ചിന്തിക്കത്തില്ല. പകരം എന്നെ ചിന്തിക്കൂ, എങ്ങനെയെങ്കിലും ഈ ജഡം ഒന്ന് കടിച്ചെടുത്ത് ഇതാ എന്റെ വിശപ്പ് മാറുക എന്ന് മാത്രമേ ചിന്തിക്കൂ. ഇവിടെയും പറയാണ്, നമ്മൾ ജഡത്തിൽ ആശ്രയിക്കുകയില്ല, പക്ഷെ അവരോ ജഡത്തിലാണ് അവരുടെ ആശ്രയം. അവരെവിടെയുള്ളതാ ചിന്തിക്കുന്നത്? അവർ ഭൂമിയിലുള്ളത് തന്നെ ചിന്തിക്കുന്നു. അവരുടെ ദൈവം ഏതാ? അവരുടെ ദൈവം വയറാണ്. ആകാത്ത ഈ വേലക്കാരെ സൂക്ഷിച്ചുകൊള്ളണം. ഒരു 80% ഇന്ന് ക്രിസ്ത്യൻ ലോകത്തിൽ കാണുന്നത് ഇതേ ടൈപ്പാണ്. അവർ ജഡത്തിലാണ് അവരുടെ ആശ്രയം, ജഡത്തിലാണ്. പ്രിയരെ, ഇത് പറയുന്നത് നിങ്ങളെ ആരെയും കുറ്റം വെക്കാനല്ല, അറിവില്ലായ്മയിലാണ് ഇത് പോകുന്നതെങ്കിൽ ഇന്നത് അവസാനിപ്പിച്ച് ഇതാ ആത്മാവിലേക്ക് തിരിയണം. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്.
ജഡത്തിൽ ആശ്രയിച്ചാൽ, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ, വീണ്ടെടുക്കപ്പെട്ട കൊറിന്ത്യ സഭയിലെ, റോമ സഭയിലെ, ഏത് സഭയിലെ ജൈവജനമേ, നിങ്ങൾ മരിക്കും നിശ്ചയം. അമൃതതുല്യമായ ജീവിതം നയിച്ചാൽ നിങ്ങൾ മരിക്കും. റോമലേഖനം 8:13 പറയുന്നേ. റോമയിലെ വിശുദ്ധ ജനമേ, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും. രക്ഷിക്കപ്പെട്ടവരാണ് നിശ്ചയം. സംശയമൊന്നുമില്ല, ഇതിന് ആർഗ്യുമെന്റ് ഒന്നും വേണ്ട. ഗ്ലോറി, മരിക്കും നിശ്ചയം. ക്രിസ്തുയേശുവിൽ പ്രത്യാശ വെച്ചവരായിരുന്നു അവര്. പക്ഷെ വചനം പറയുന്നു മരിക്കും നിശ്ചയം. അപ്പോ ആ ഒരു തലത്തിലേക്ക് പോകരുത്. പിന്നെ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ നിത്യം ജീവിക്കും. ഗ്ലോറി, നമ്മുടെ ജീവിത ശൈലി മാറണം. ഹോളല്ല, ജീവിത ശൈലി മാറണം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിത ശൈലി മാറണം. ഇത് ശൈലി മാറണമെങ്കിൽ ആദ്യം ഈ ജനം വ്യക്തമായിട്ട് അറിയണം എന്താണിത്, പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇത് വ്യക്തമായി അറിഞ്ഞാലേ അവർക്ക് മാറുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ല എങ്കിൽ ജനം, ദൈവദാസന്മാർ ഇത് അറിയാതെ അവർ ജഡത്തിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ഗ്ലോറി, അവർ ജഡത്തിൽ ഫോക്കസ് ചെയ്യുവാനായിട്ട് തുടങ്ങും. ഞാൻ ഒരിക്കലും മസ്കറ്റിൽ ചെന്നപ്പോ അവിടുത്തെ ദൈവദാസനോട് പറയുകയാണ്, ഇതാ ജനം അങ്ങ് സന്തോഷിച്ചങ്ങ് പോട്ടേനെ, അതനുസരിച്ചുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു, ജനം അങ്ങ് സന്തോഷിക്കട്ടെ. അപ്പൊ പ്രിയരെ, ഇതാ ജനത്തെ സന്തോഷിപ്പിച്ച് നരകത്തിലേക്ക് വിടാനല്ല ദൈവം വെച്ചിരിക്കുന്നേ. പകരം ദൈവവചനം പറയുന്നു, ഇതാ ഞാന് ഈ ജനത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ജനം സന്തോഷിക്കണേ. എന്നാ പറയണം? ജഡത്തിലുള്ളത് പറഞ്ഞാലേ ജനം സന്തോഷിക്കൂ. ഗ്ലോറി, ഇതാ ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതാ ഒരു യഥാർത്ഥ ദൈവദാസൻ ആ വ്യക്തി ആരെയാ സന്തോഷിപ്പിക്കുക? ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്? അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കത്തില്ല. അപ്പോൾ മനസ്സിലാക്കിക്കോളണം, ഇതാ അറിവ് കുറഞ്ഞ തലതിരിഞ്ഞ ചിന്താഗതിയുള്ള ജനത്തെ അല്ല സന്തോഷിപ്പിക്കേണ്ടത്. പകരം ദൈവത്തിന്റെ ശരിയായ ചിന്തകൾ ജനത്തോട് പറഞ്ഞ് ഈ ജനത്തെ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാൻ ഇടയാക്കണം. അപ്പോൾ ദൈവപ്രസാദമുള്ള മനുഷ്യൻ നമ്മിൽ സന്തോഷിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ ഈ ഒരു തലത്തിലേക്കല്ല പോകേണ്ടത്. ജനം സന്തോഷിക്കണമെങ്കിൽ ജഡികമായ കാര്യങ്ങൾ പറയണം, ഇവിടത്തെ കാര്യങ്ങൾ പറയണം. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ, അവർ കുരുടന്മാരാണ് ദൈവവചനം പറയുന്നത്. എന്നാൽ ദൈവദാസനെ ആക്കി വെച്ചിരിക്കുന്നത് നല്ല കാഴ്ചയുള്ളവനായി, ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായി ഈ കുരുടന്മാരായ ജനത്തിന്റെ കണ്ണ് തുറക്കണം. അവരെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം. അവരെ കുരുട്ടുകണ്ണുകളെ തുറക്കണം. അപ്പോ ഈ നാളുകളിൽ എല്ലാ ദൈവദാസന്മാര്, ഈ ശബ്ദപതിയിൽ കേൾക്കുന്ന എല്ലാ വിശ്വാസികളും ആ ഒരു തലത്തിലേക്കായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇതാ നമ്മൾ വായിച്ച ഫിലിപ്പിയ ലേഖനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇതാ നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഗ്ലോറി, നായ്ക്കളെ സൂക്ഷിപ്പിൻ. എന്താ ഈ നായയുടെ പ്രത്യേകത? ഇതാ നായ ഒരിക്കലും സാങ്ക്ടിഫിക്കേഷനിലേക്ക് വരത്തില്ല. നായ ഇതാ ഛർദ്ദിച്ചു തന്നെ വീണ്ടും നിന്നോണ്ടേയിരിക്കും. അതായത് ഇന്നലെ ഒരു പാപത്തെ വിട്ടുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവെ കഴുകണമേ എന്ന് പറഞ്ഞാൽ വീണ്ടും അത് പോയി അത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം യേശുവിന്റെ രക്തം ഉണ്ടല്ലോ, യേശുവിന്റെ രക്തം ഉണ്ടല്ലോ. കുഞ്ഞേ, യേശു അത് ചെയ്യും. പക്ഷേ ദൈവപ്രസാദം നിനക്ക് നഷ്ടപ്പെടും, ദൈവപ്രസാദം നിനക്ക് നഷ്ടപ്പെടും. അങ്ങനെ ചെയ്യരുത്. നായ്ക്കളെ സൂക്ഷിപ്പേ. ഇതിന്റെ യേശുവിന്റെ രക്തം വെച്ചിരിക്കുന്നത് പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ടല്ല, പകരം അബ്ദത്താൽ ഞാനും നിങ്ങൾ പാപത്തിൽ വീണാൽ. കാരണം ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ നടക്കുമ്പോ ഇതാ നാം കർത്താവിനോട് കൂടെ ഉള്ളവരെങ്കിലും നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളിൽ, നമ്മളുടെ വാക്കുകളിൽ പലപ്പോഴും നാം വീണുപോകും. ഗ്ലോറി, പലപ്പോഴും വീണു പോകുമ്പോൾ ഒരു കാല് കഴുകൽ നമുക്ക് ആവശ്യമാണ്. ഇതുകൊണ്ടാണ് കർത്താവ് ഇതാ തന്റെ വചനത്തിൽ പറയുന്ന രംഗം എന്ന് പറയുന്നത്, യേശു തന്റെ കൂടെ തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുന്നു. ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുമ്പോൾ ഇതാ ഒരാൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, എന്നാ പിന്നെ എന്റെ കാല്, അതായത് തന്റെ കാല് കഴുകാൻ അനുവദിക്കാത്ത ഒരാളുണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് പത്രോസ്. കാല് കഴുകാൻ അനുവദിക്കാതെ ഇരിക്കുമ്പോ നീ എന്റെ കാല് കഴുകണ്ട എന്ന് പറഞ്ഞ് ബലം പിടിക്കുക.
ഉടനെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കാല് കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാകത്തില്ല. ഗ്ലോറി. അതെന്താ അങ്ങനെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പുള്ളിക്കാരൻ ചിന്തിച്ചു, അപ്പൊ അവന് മുഴുവൻ കഴിയാ കുറെ പങ്ക് കിട്ടുമായിരിക്കും. എന്നാ പിന്നെ അങ്ങ് മുഴുവൻ അങ്ങ് കഴിയിക്കോ. ഞാൻ ചിന്തിക്കുക, ഷട്ടൊക്കെ ഒരു കുളിക്കാൻ വേണ്ടി തയ്യാറായിരിക്കണ പോലെയായി. കർത്താവ് പറഞ്ഞു, അത് വേണ്ട, കുളിച്ചിരിക്കുന്നവന് കാല് മാത്രം കഴിയാ മതി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളെ, ഞാനും നിങ്ങൾ കർത്താവിന്റെ കൂടെ നടക്കുകയാണെങ്കിലും അബ്ദവശാൽ ഈ ലോകത്തിൽ ചിന്തകളാലും നമ്മുടെ വാക്കുകളാലും പ്രവൃത്തിയാലും അറിയാതെ വീണുപോകും. ആ സമയം കർത്താവ് പറയാ, കുഞ്ഞേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കാല് കഴുകാൻ തയ്യാറാ. ഞാൻ നിന്റെ കാല് കഴുകാൻ തയ്യാറാ. കാരണം ഈ കാല് കൊണ്ടല്ലേ നീ ഈ ലോകത്തിൽ നടക്കുന്നേ. ഇതേപോലെ ഈ ലോകത്തിൽ നടക്കുമ്പോ ഞാൻ നിന്റെ കാല് കഴുകാൻ തയ്യാറാ. പക്ഷെ ഇതൊരു ലൈസൻസ് അല്ല പാപത്തിൽ വീഴാൻ. ഓരോ നിമിഷവും നമ്മൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടന്നു വരാനോ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കണം. ഗോറെ, ഹല്ലേലൂയ. ഇതാ ഈ ഒരു ചിന്ത ബീസ്റ്റ് ലൈഫ് ചർച്ചിലേക്ക് പോകുന്നില്ല. അവർ യേശുക്രിസ്തുവിന്റെ രക്തം വീണ്ടും പാപത്തിൽ ജീവിക്കുവാണ് ലൈസൻസ് ആയിട്ട് എടുക്കുക. അങ്ങനെയല്ല പ്രിയരെ. ഈ നാളിൽ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ളവരെ വിട്ടു പിരിയണം, അങ്ങോട്ട് അടുക്കുക പോലും ചെയ്യരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ നമ്മുടെ പലരുടെയും ചിന്തയുണ്ട്, ഈ ലോകത്തിലെ മറ്റു മനുഷ്യരെ വിട്ടുപിരിയണം. അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ഈ ലോകത്തിലെ മറ്റു മനുഷ്യരെ അല്ല വിട്ടുപിരിയേണ്ടത്. ദൈവവചനം പറയുന്നു, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ട് ഓടിപ്പോകേണ്ടി വരും. പകരം എന്ത് ചെയ്യണം? സഹോദരൻ എന്ന് പേർ വിളിക്കുന്ന ഒരുവൻ, അവനൊരു പിടിച്ചുപറിക്കാരനാണെങ്കിൽ, അവനൊരു തിന്മയിൽ നടക്കുന്ന ഒരുവനാണെങ്കിൽ, പേര് സോ ആൻഡ് സോ ബ്രദർ ആൻഡ് സിസ്റ്റർ, അവനിൽ നിന്ന് ഒഴിഞ്ഞുകൊള്ളുക. ഗോറെ. കാരണം ഒഴിഞ്ഞില്ലെങ്കിലോ കുഞ്ഞെ നിന്റെ ആത്മീയ നിലവാരം അതിൽ പിടിച്ചു കെട്ടും. ഗോറെ. മറ്റുള്ളവരെ കുറിച്ച് തിന്മ പറയുന്ന, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്ന, മറ്റുള്ളവരെ കുറിച്ച് അവരുടേതായ ആ പ്രസ്റ്റീജിനെ, അവരുടേതായ ഡെവലപ്മെന്റിനെ കളങ്കമുണ്ടാക്കുന്ന, തിന്മ വഴിയിൽ ജീവിക്കുന്ന ഈ കൂട്ടർ, ഇങ്ങനെയുള്ള കൂട്ടരിൽ നിന്ന് ഒഴിഞ്ഞുകൊള്ളണം. ഗ്ലോറി. ഒരിക്കല് ഞാൻ ഈ പൗർവിഷിന്റെ ഡയറക്ടറായിരിക്കുന്ന ഒരു വ്യക്തി, അത് ഡൽഹിയിലുള്ളതാണ്, പേര് എന്റെ ഓർമ്മയിൽ വരുന്നില്ല, ഒറ്റ ആളേ ഉള്ളൂ ഡൽഹിയിലുള്ളത്. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് പല രീതിയിൽ സുവിശേഷീകരണം നടത്താം. അതിലൊരു സുവിശേഷീകരണത്തെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് ലോകമെങ്ങും പോയി സുവിശേഷം അറിയിച്ച ആളുകളെ നേടാം. അല്ലെങ്കിൽ വേറൊരു പണിയുണ്ട്. ആ പണി എന്ന് പറയുന്നത്, മുമ്പ് ആരാധിച്ചിരുന്ന ആ ചർച്ചിലേക്ക് പോവുക, ആ ചർച്ചിന്റെ ഉത്തരത്തില് അതിന്റെ കോലുകൾ ഊരിയെടുക്കുക, അതിൻ്റെതായ ആ തൂണുകൾ ഊരിയെടുക്കുക, ആരും ഇല്ലാത്തപ്പോ തൂണും കോലൊക്കെ ഊരിയെടുത്തിട്ട് പോയി വേറൊരു സ്ഥലത്ത് നട്ടിയിട്ടിട്ട് അതിന്റെ മുകളിൽ ഓല വേഞ്ഞ് ആദ്യത്തെ തന്നെ പൊളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കാം. ഇന്ന് ലോകത്തിൽ നടക്കുന്ന നല്ലൊരു ശതമാനം ശുശ്രൂഷ ഇങ്ങനത്തെ വേലകളാണ്. ഗ്ലോറി. ഇങ്ങനത്തെ വേലകളാണ് നല്ലൊരു ശതമാനം ശുശ്രൂഷകളും. അങ്ങനെ ദീസ് ഓൾ ആർ ബീസ്റ്റ് ലൈക്ക്, മൃഗതുല്യമാണ്, മൃഗതുല്യം. ഇന്ന് നിങ്ങൾ ഈ പട്ടണത്തിലേക്ക്, ദുബായ് പട്ടണത്തിലേക്ക്, അബുദാബി പട്ടണത്തിലേക്ക്, നാട്ടിലേക്ക് നോക്കിക്കൊള്ളുക, അനേക ചർച്ചുകൾ ഈ ഒരു രൂപത്തിലാണ്. കാരണം അവരുടെ ദൈവദാസനുമായി, മുൻപ് കൊണ്ടുപോയ ദൈവദാസനുമായി മിണ്ടാൻ പോലും പറ്റത്തില്ല. ഞാൻ പലരോടും പറയാറുണ്ട്, ഞാൻ ഈ ഭാഗത്ത് വന്നപ്പോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവദാസനുമായാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. അന്നാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. പക്ഷെ ആ ദൈവദാസൻ ഇന്നും എനിക്ക് നല്ല ബന്ധമുണ്ട്. ഇന്നും നല്ല ബന്ധമുണ്ട്. മിനിഞ്ഞാന്നുകൂടി ഞങ്ങൾ സംസാരിച്ചുള്ളൂ. എന്നാൽ പ്രിയ ദൈവത്തിന് ഈ നാളിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്ത് ഒരാളുമായി നമ്മൾക്ക് ഒരു ബീസ്റ്റ് ലൈക്ക് ബന്ധമല്ല വേണ്ടത്, പകരം ക്രൈസ്റ്റ് ലൈക്ക് ബന്ധമാ വേണ്ടേ. ഗ്ലോറി. ബീസ്റ്റ് എന്താ ചെയ്യണേ? ഒരു മൃഗം മറ്റേ മൃഗത്തെ ആക്രമിക്കുന്നു, ഇരയ്ക്ക് വേണ്ടി ആക്രമിക്കുന്നു. ഇതല്ല നമുക്ക് വേണ്ടത്. പകരം ക്രൈസ്റ്റ് ലൈക്ക് ബന്ധമാണ് നമുക്ക് വേണ്ടത്. പരസ്പരം എല്ലാവരും സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം. ഗ്ലോറി. അപ്പോ ഈ ഒരു ബന്ധം നമുക്ക് ഏത് വിഷയത്തിലും നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. കാരണം നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും അല്ല നേടേണ്ടത്, നമുക്ക് നേടേണ്ടത് സ്വർഗരാജ്യമാണ്. ഗ്ലോറി. നമ്മൾ ഈ ഭൂമി വിട്ടു മാറുകയാണ്. ഇവിടെ അല്ല എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദൈവവചനം പറയുന്നു, അവരോ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഗ്ലോറി.
ഹല്ലേലൂയ. അപ്പോ നാം അതിന് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. ലോർഡ് ഐ ലവ് യു. ഇതാ ദൈവത്തിന്റെ വചനം പറയാ, സഹോദരന്മാരെ, പൗലോസ് പറയാ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. 3:17 നിങ്ങൾ കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെ കുറിക്കൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കൾ. സഭയെക്കുറിച്ചായി പറയണേ, സഭയെക്കുറിച്ചായി പറയണേ. അനേക ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. കരഞ്ഞുകൊണ്ട് ദേവദാസൻ പറയുക, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. പ്രിയരെ, നമ്മളെ ഈ ലോകത്തുനിന്ന് വീണ്ടെടുത്തത് ഇനി ഇവിടെ കെട്ടിമറിഞ്ഞു പോകാനല്ല, സ്വർഗത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട്. അതതിന്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ ലക്ഷ്യം ഈ ജീവിതമല്ല, അടുത്ത ജീവിതമാണ്. അതിന്റെ അർത്ഥം ഈ ലോകത്തിലെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമൊക്കെ ഒഴിഞ്ഞു പോകണമെന്നല്ല ഈ പറയുന്നത്. മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ ലക്ഷ്യം ഇതാ, നമ്മളുടെ ഫ്യൂച്ചറാ. ഇവിടുത്തെ ഫ്യൂച്ചറല്ല, നിത്യമായ ഫ്യൂച്ചർ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, പ്രിയരെ, ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടി ആ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പുതിയ ഡ്രസ്സുകൾ വാങ്ങിച്ചിടുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ നോട്ടം മുഴുവൻ അങ്ങോട്ടാ. ആ കോഴ്സ് പാസ്സായി അപ്പുറത്തുള്ള തന്റെ ഭാവിയാ, അല്ലേ? അപ്പൊ താൻ എന്ത് ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടേ ചെയ്യുന്നുള്ളൂ. ഗ്ലോറി. ആ ഭാവി മുൻപിൽ കണ്ടേ ചെയ്യുന്നുള്ളൂ. ഒരാൾ പറയുകയാണ്, മാഡം നമുക്ക് ഇവിടെ ക്ലബില് ഡാൻസ് ഉണ്ട്, ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ്, നമുക്ക് അവിടെ നിന്ന് പോകാം, നമുക്ക് സന്തോഷിക്കണ്ടേ എന്ന് പറയുമ്പോ ആ കുട്ടി ബുദ്ധിയുള്ളതാണ്, എന്നാ ചെയ്യാൻ പോണേ? സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്നല്ലേ പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഓടുവോ? പിന്നെ അവൻ എന്ത് ചെയ്യും? തന്റെ ഡെസ്റ്റിനിയുമായി, തന്റെ ഭാവിയുമായി ഇതൊന്ന് കമ്പയർ ചെയ്യും. താൻ അവിടെ പോണെങ്കിൽ എന്നാ ചെയ്യണം? തന്റെ ക്ലാസ് കട്ട് ചെയ്ത് പോണം. മാത്രമല്ല, താൻ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ ജങ്ക് മുഴുവൻ തന്റെ ഹൃദയമാകുന്ന മണിയറയിലേക്ക് വരും. ഗ്ലോറി. അതുകൊണ്ട് താൻ എന്നാ ചെയ്യാൻ പോണേ? അതുകൊണ്ട് താൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് മനഃപൂർവ്വം പറയും, സോറി, ഞാൻ വരുന്നില്ല. അപ്പൊ എന്തുവാ ചെയ്യണേ? ഭാവി ഇദ്ദേഹത്തെ ഇന്നത്തെ ജീവിതത്തെ റെഗുലേറ്റ് ചെയ്യുകയാണ്. ഇതേപോലെ ഇതാ നമ്മുടെ ഭാവി ഇന്നത്തെ ജീവിതത്തെ റെഗുലേറ്റ് ചെയ്യണം. ഇന്നൊരു കഷ്ടം വന്നു, പ്രയാസം വന്നു, അയ്യോ അയ്യോ പ്രയാസം, എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറയുന്നത്, പൗലോസിന്റെ ഒക്കെ ജീവിതം കണ്ടില്ലേ? നൊടി നേരത്തെ ലഘുവായ കഷ്ടം അവര് സഹിക്കുക. എങ്ങനെ? അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾ പ്രാപിക്കാൻ പോണു. ഭാവിയെ നോക്കിക്കൊണ്ട് ഇന്ന് അവരുടെ ജീവിതം റെഗുലേറ്റ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാ കർത്താവായ യേശു ഭാവിയെ നോക്കിക്കൊണ്ട് ഇന്ന് ജീവിതം റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. ഇതാ തനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് ഭാവി ഓർക്കുക. ഭാവി ഓർത്ത് ഇതാ അപമാനം അലക്ഷ്യമാക്കി. ഇന്ന് എന്താണ്? അപമാനമാണ്. പക്ഷെ നാളെ എന്താ? സന്തോഷമാണ്. അപ്പോ നിങ്ങൾ ഉയരത്തിലുള്ള ചിന്തിക്കാൻ പറഞ്ഞാൽ അടുത്ത ജീവിതത്തിലുള്ളത് ചിന്തിപ്പിൻ. ഗ്ലോറി. അടുത്ത ജീവിതത്തിലുള്ള ചിന്തിപ്പിൻ. കാരണം ഈ ജീവിതം ഇത് സ്ഥിരമല്ല, അത് ഇവിടം കൊണ്ട് തീരും. ഗ്ലോറി. ഹല്ലേലൂയ. എന്നാൽ അടുത്ത ജീവിതത്തിലേക്കുള്ളത് ചിന്തിച്ച് ആ ജീവിതത്തിലേക്ക് ഇന്നേ നല്ലൊരു അടിസ്ഥാനം നമ്മൾ ഇവിടെ വെച്ചിടണം. ഗ്ലോറി. അപ്പോ പ്രിയരെ, എന്നിട്ട് ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ലജ്ജയായതിലാ മാനം. ഗ്ലോറി. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഇത് തന്നെയല്ലേ കർത്താവ് പറഞ്ഞ്, ഈ കൂട്ടരോട് കർത്താവ് പറഞ്ഞ്, നശിച്ചു പോകുന്നതിന് വേണ്ടി നിങ്ങൾ ഓടി നടക്കല്ലേ, നശിക്കാത്തതിന് വേണ്ടി നിങ്ങൾ അധ്വാനിപ്പിൻ. യോഹന്നാൻ 6:27 പറഞ്ഞേ, നശിക്കാത്തതിന് വേണ്ടി അധ്വാനിപ്പിൻ. കാരണം ഇവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒറ്റ ഭാഗം എന്ന് പറയുന്നത് ഇതാ ഈ ലോകത്തിൽ ജഡത്തിൽ അവസാനിക്കുന്നതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നശിക്കാത്തതിന് വേണ്ടി നിൽക്കുവിൻ, ഉയരത്തിലുള്ളതിന് വേണ്ടി ചിന്തിപ്പിൻ. എന്താ കാര്യം? അവരെഴുതിയിരിക്കുക, നമ്മുടെ പൗരത്വമോ ഉയരത്തിലാകുന്നു, സ്വർഗത്തിലാകുന്നു. ഗ്ലോറി. നമ്മുടെ പൗരത്വം ഉയരത്തിലാ. അതുകൊണ്ട് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. ഇനി പ്രിയ സഹോദരങ്ങളെ, ഇതാ പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞാലും കർത്താവ് ഞങ്ങൾക്ക് നമുക്ക് ഒരു മിനിസ്ട്രി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാറില്ല, പക്ഷെ നിങ്ങൾ ആരും ചോദിക്കാത്തത് കൊണ്ടാണ്.
വീട്ടിൽ ചെന്ന് ഇതാ അപ്പൻ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് താല്പര്യമുള്ള മക്കൾ ചോദിക്കുമ്പോൾ ആ മക്കളോട് അപ്പൻ പറഞ്ഞു കൊടുക്കും, മോനെ എനിക്ക് ഇതാ ഇന്നതിന്റെ ബിസിനസ്സാണ് എന്ന് പറഞ്ഞു കൊടുക്കും. ഇതാ നമ്മൾ പല പരിപാടികളും ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പലരും തിരക്കായതുകൊണ്ടൊന്നും ചോദിക്കാറൊന്നുമില്ല. അപ്പോ ഇതാ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഗോസ്പൽ ത്രൂ പിക്ചേഴ്സ്. ഗോസ്പൽ ത്രൂ പിക്ചേഴ്സില് ഇതാ അത് ഈ പ്രാവശ്യം ഞാൻ OMന്റെ മാനേജറെ പോയി കാണുവാനായിട്ട് ഇടയായപ്പോൾ അദ്ദേഹം വളരെ ഇംപ്രസ്സായി ഈ ചിത്രം കണ്ടിട്ട്, ആ ചിത്രങ്ങളുടെ സന്ദേശം കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതിന്റെ കൂടെ ചെറിയൊരു ലീഫ്ലെറ്റും കൂടെ നിങ്ങൾ എഴുതിയിടണം, ഇത് വാട്ട് ഇറ്റ് ഈസ് എന്നുള്ളത്. ഇത് എനിക്ക് നിങ്ങളിത് പറയുന്ന സമയത്ത് അകത്തുള്ളിൽ പെട്ടെന്ന് തെളിയുക കാര്യങ്ങൾ. അപ്പോ ഇതും കൂടി ചെയ്താൽ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഞങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യാം എന്ന് പറയുകയുണ്ടായി. അപ്പോ പ്രിയ ദൈവജനമേ, അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതാ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ ബീസ്റ്റ് ലേക്ക് ചർച്ചിൽ അകപ്പെടുന്നതിന്റെ കാരണം അനേകർക്ക്, ഈ ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് കാഴ്ചപ്പാടില്ല. എന്താണ് സംഭവിക്കുന്നത്? പുതിയ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരറിവും അവർക്കില്ല. പകരം ഈ ജഡത്തിൽ എന്തെങ്കിലും നന്മ കിട്ടുന്നതാണ് അനുഗ്രഹം എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഇതാ ഒരുവന്റെ ഈ ജഡത്തിലുള്ള സമ്പത്ത് വർദ്ധിച്ചാൽ അതല്ല അവന്റെ ജീവനാധാരം. അതല്ല ഗ്ലോറി. ഇന്ന് പലരും ജീവന്റെ ആധാരം അതിൽ ഈ ഭൂമിയിൽ വർദ്ധിക്കുന്നതാണ് ജീവന്റെ ആധാരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതല്ല. അപ്പോ പ്രിയരെ, ഇതൊന്ന് മനസ്സിലാക്കി നാം മുന്നോട്ടേക്ക് പോകണം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇതാ ഈ ബീസ്റ്റ് ലൈക്ക് ചർച്ചസ് ഇത് കാണിക്കുന്നത് ഈ മൃഗം 7 തലയുള്ള ഈ മൃഗം കാണിക്കുന്നത് ഈ ലോകത്തിലെ സാമ്രാജ്യങ്ങളെയാണ്. എല്ലാ രാജ്യത്വവും ഭരിക്കുന്നത് മനുഷ്യന്റെ 1/3 മാത്രമാണെന്ന് നാം കഴിഞ്ഞ സന്ദേശത്തിൽ മനസ്സിലാക്കുവാനിടയായി. അതായത് മനുഷ്യന്റെ സ്പിരിറ്റ്, സോള്, ബോഡി, ഇത് 3 കൂടിയ മനുഷ്യന്റെ സ്പിരിറ്റിനെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ, സോളിനെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ, ആകപ്പാടെ അറിയാവുന്ന ഈ ബോഡിയെ കുറിച്ചാണ്. ഗ്ലോറി. അതുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ മെഡിക്കൽ സംവിധാനവും എല്ലാം ബോഡിയെ കുറിച്ച് മാത്രമുള്ള മെഡിക്കൽ സംവിധാനമാണ്. ഐ സ്പെഷ്യലിസ്റ്റ്, നോസ് സ്പെഷ്യലിസ്റ്റ്, ഇയർ സ്പെഷ്യലിസ്റ്റ്, ടീത്തിന്റെ സ്പെഷ്യലിസ്റ്റ്, ഇങ്ങനെയുള്ളവരൊക്കെ ഉള്ളൂ. എന്നാൽ സ്പിരിറ്റ് സ്പെഷ്യലിസ്റ്റോ സോൾ സ്പെഷ്യലിസ്റ്റോ ഒന്നുമില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ കർത്താവ് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും പറയുന്നത്, ഒരു ശരീരം മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, അങ്ങനെ കർത്താവിന്റെ ദിവസം നിങ്ങളുടെ ശരീരമല്ല, ആദ്യം ആത്മാവ്, പിന്നെ ദേഹിയും, പിന്നെ ശരീരവും അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകും. സ്വർഗീയ ഗവൺമെന്റ് ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മുഴുവനായിട്ടും ചിന്തിക്കും. ഈ ഭൂമിയിലെ ഗവൺമെന്റ് മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആകപ്പാടെ ചിന്തിക്കുന്ന ശരീരത്തെ കുറിച്ച് മാത്രമാണ്, കാണുന്നതിനെ കുറിച്ച് മാത്രമാണ്. ദൈവം പറയുന്നത് കാണുന്നത് താൽക്കാലികമാണ്, കാണുന്നത് ഒഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച്. അതുകൊണ്ടാണ് പറഞ്ഞത് ലജ്ജയായവർക്ക് മാനം തോന്നുന്നത്. ഇറ്റ്സ് എ ഫൂളിഷ്നെസ്. ആ ഒഴിഞ്ഞു പോകുന്നതിലും മരണപ്പെടുന്നതിലും മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. മരിക്കാത്ത സ്പിരിറ്റിനെ കുറിച്ചോ മരിക്കാത്ത സോളിനെ കുറിച്ചോ അവർ ചിന്തിക്കുന്നതേയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭരണകൂടമാണ് ഈ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് 7 തല അങ്ങ് ഈജിപ്ത്, അസീറിയ, ബാബിലോൺ, മധ്യ പർഷ്യ, ഗ്രീക്ക്, റോമ അതോടുകൂടി താഴേക്ക് വരുമ്പോ ആന്റി ക്രൈസ്റ്റിന്റെ സംവിധാനവും വരും. 7 കിങ്ഡങ്ങളെ കാണിക്കുക. ഇവരാരും മനുഷ്യന്റേതായ സ്പിരിറ്റിനെ കുറിച്ചോ സോളിനെ കുറിച്ചോ ചിന്തിക്കുന്നതേ ഇല്ല. അകപ്പാടെ നശിച്ചു പോകുന്ന ബോഡിയെ കുറിച്ച് മാത്രം. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, നശിച്ചു പോകുന്ന ഇതിനു വേണ്ടി നിങ്ങൾ അന്വേഷിച്ച് നടക്കാതെ നശിക്കാത്തതിന് വേണ്ടി അന്വേഷിക്കുക, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരുവാനായിട്ട് ഇടയാകും. ഗ്ലോറി. എന്നാൽ ഈ ഇരിക്കുന്ന സ്ത്രീ കണ്ടോ, ദൈവവചനം ബാബിലോൺ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ത്രീയാണ്. അതായത് മത സംവിധാനമാണ്, ഈ ലോകത്തിന്റെ മത സംവിധാനമാണ് ആ സ്ത്രീയെ. ഈ മത സംവിധാനം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ഭൂമിയിലെ എല്ലാ അധികാരികളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, അതിന്റെ അർത്ഥം എല്ലാ പൊളിറ്റിക്കൽ പവറുള്ള, റിലീജിയസ് പവറുള്ള എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ജനത്തെ മുഴുവൻ ഈ ജഡത്തിലേക്ക് ആകർഷിപ്പിക്കുന്നു. കർത്താവ് പറയുന്നു, ജഡത്തിലല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടേ, ആത്മാവിൽ ആശ്രയിക്കുക. ജഡത്തിലല്ല, നശിച്ചു പോവുകയാണ്. ജഡത്തിലേക്ക് ആശ്രയിപ്പിച്ച് ഇവരെ ആത്മീക വ്യഭിചാരം ചെയ്യിപ്പിക്കുന്നു. ആത്മീക വ്യഭിചാരം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കേണ്ട മനുഷ്യരായ ഞാനും നിങ്ങൾ ഈ ലോകത്തിലെ സൃഷ്ടികളിൽ ജഡത്തിൽ ആശ്രയിക്കുകയാണ്. അതിനെയാണ് ആത്മീക വ്യഭിചാരം എന്ന് പറയുന്നത്. അതിൽ പെടുന്ന ഒന്നാണ് വിഗ്രഹാരാധനയും ദ്രവ്യാഗ്രഹവും ഒക്കെ അതിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. വ്യഭിചാരം ചെയ്യുന്നു. ഈ സ്ത്രീയെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം വെളിപ്പാട് പുസ്തകം 18:4 പറയുന്നു, എന്റെ ജനമേ അവളിൽ നിന്ന് ഓടി അകലുക, അവരുടെ പാപത്തിൽ
നിങ്ങൾ പങ്കാളികളാകരുത്. വെളിപ്പാട് 18:4. എന്റെ ജനമേ, ഇവളിൽ നിന്ന്, ഇവളെ കയറി വരുന്ന എവിടെയാ? രാഷ്ട്രീയ സിസ്റ്റത്തിൽ, സംവിധാനത്തിൽ കയറി വരികയാ. ഈ ഭൂമിയിലെ സിസ്റ്റത്തിൽ കയറി വരികയാ. ഈ ഭൂമിയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ കയറി വരികയാ. ഇവർ എന്നാ നിയമം പറയുന്നോ അതനുസരിച്ചിട്ട് ഇതാ അവരോട് സഹകരിച്ച് മുന്നോട്ടേക്ക് പോവുക. സഭ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ രജിസ്റ്റേർഡാ. ഗ്ലോറി. യേശുവിന്റെ സഭ, ദൈവവചനം എബ്രായ ലേഖനം 12-ാം അധ്യായം 28, 25, 26, 27, 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സഭ. ഗ്ലോറി. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഭൂമിയിലെ പാറ്റേണിലേക്ക് പോവുകയാ. ഇതാ ദൈവത്തിന്റെ വചനം പറയുകയാണ്, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്. ഈ ശബ്ദം ഭൂമിയിൽ നിന്ന് പറയത്തില്ല, പകരം സ്വർഗത്തിനെ ആസിറ്റീസ് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രമേ പറയുള്ളൂ. കാരണം ഇത് പ്രസംഗം നടക്കുന്നത് സ്വർഗത്തിൽ നിന്നാ പറയുന്നത്. ഇത് പറയുന്നത് എന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ. അപ്പൊ ദൈവത്തിന്റെ ജനത്തിന് ദൈവം ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. എന്റെ ജനമായുള്ളവരെ, അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവരുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. അവളെ വിട്ടുപോരുവീൻ. ജഡത്തിൽ ആശ്രയിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും വിട്ടുപോരുക. ഗ്ലോറി. അവരുടെ ദൈവം വയറ്, ലജ്ജയായവർ മാനം തോന്നുന്നു. ഈ ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പേൻ. അവളെ വിട്ടുപോരുവീൻ. അവർ കോൺസെൻട്രേഷൻ, ഫോക്കസ് മുഴുവൻ എവിടെയാണ്? ജഡത്തിലാണ്. ഈ ശരീരവുമായി ബന്ധപ്പെട്ട, ഈ ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവളെ വിട്ടുപോരുവീൻ. ഗ്ലോറി. അവളും സഭയായിട്ട് ആക്ട് ചെയ്യുന്നേ. അവളെ വിട്ടുപോ, അവനല്ല, അവളെ വിട്ടുപോരുവിൻ. ഹല്ലേലൂയ. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, കാരണം അവർക്ക് വലിയ ശിക്ഷ വരാൻ പോവുകയാണ്. അവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടോ ആ ശിക്ഷയിൽ കടന്നു വരുവാനായിട്ട് ഇടയാകും. ഇതാ പ്രിയരെ, ഇതുമായി ബന്ധപ്പെട്ട് ലോർഡ് താങ്ക് യു. ഇതാ ചില ക്രമീകരണങ്ങളെ കാണിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ ജഡത്തിലുള്ള ആശ്രയം എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇതാ നമുക്ക് ദൈവത്തെ ശരണപ്പെടാം. ജേർണി ടു ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര. ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര. ഈ യാത്രയില് നിങ്ങൾ ചിന്തിക്കും, മനസ്സിലാക്കുക, ഇതിന്റെ ഒരു ഫുൾ ഫോം ഉണ്ട്. ഇത് നമ്മളുടെ ഗോസ്പൽ ത്രൂ പിക്ചേഴ്സ് എന്ന് പറയുന്ന ആ സന്ദേശത്തിൽ ഈ ക്രമീകരണം, സ്വർഗത്തിലെ ദൈവം, ഇതൊക്കെ ഗോസ്പൽ ത്രൂ പിക്ചേഴ്സ്, ഇത് മലയാളത്തിലുള്ളതാണ്. ഇതിൻ്റെതായ ബ്ലോക്കുകൾ പ്രാർത്ഥനാലയത്തിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചിത്രങ്ങൾ നമുക്ക് ലഭ്യമാകും. ഈ ഒറ്റ ചിത്രം മതി ആത്മലോകത്തിലെ സകല മറഞ്ഞു കിടക്കുന്ന ക്രമീകരണം ഇന്ന് മനസ്സിലാക്കാത്തതും മനുഷ്യന് മനസ്സിലാവും ഒരൊറ്റ ചിത്രത്തിലൂടെ. ഗ്ലോറി. ഇതാണ് ഇതിന്റെ പവർ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ കടന്നു വരും. ഈ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഇത് മുഴുവനായിട്ട് നിങ്ങളെ കാണിച്ച ഒറ്റയടിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോ ഈ കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് താഴെ കാണാൻ ലോകം, വേൾഡ്. ഇതാ ഒരു ശിശു, ഞാനും നിങ്ങൾ ഇവിടെ ജനിച്ചത് ജഡത്തിലാണ്. ഞാനും നിങ്ങൾ ജനിച്ചത് ജഡത്തിൽ ജനിച്ച ഞാനും നിങ്ങളും ഇതാ വളർന്നു, പഠിച്ചു, ഒരു ജോലി കിട്ടി. ഇതാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ റാസൽ കൈമ എന്ന സ്ഥലത്തെത്തി. തുടർന്ന് ഇതാ ആരോ ദൈവത്തിന്റെ വചനം പറഞ്ഞു, കർത്താവ് യേശുവിനെ കുറിച്ച് പറഞ്ഞു, യേശുവിനെ സ്വീകരിച്ചു. ഇതാ യേശുവിന്റെ കാൽവരെ കുറിച്ചുള്ള മരണത്തിൽ വിശ്വസിച്ചു. ഇതാ നിങ്ങൾ ഈ നീല കളറുള്ള മനുഷ്യന്റെ പുറകിൽ ഒരു വെളുത്ത കളറുള്ള വേറൊരു മനുഷ്യനോട് കാണാം. നിങ്ങളുടെ ക്രിസ്തുവിലായപ്പോ നിങ്ങൾ പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ മനുഷ്യൻ ജനിച്ചു. അങ്ങനെ ഈ പുതിയ മനുഷ്യൻ ഇവിടെ ജനിച്ചു. അതോടുകൂടെ നിങ്ങൾക്ക് നേരത്തെ ഇതാ ഒരു പൗരത്വമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഭൂമിയിലെ പൗരത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതാ ക്രിസ്തുയേശുവിൽ നിങ്ങൾ ജനിച്ചപ്പോൾ നമ്മൾ വായിച്ച വചനം പറയാണ്, നമ്മുടെ പൗരത്വം അങ്ങ് സ്വർഗത്തിലാണ്. അപ്പോ പുതിയൊരു സൃഷ്ടിയും കൂടിയായി, ഇരട്ട പൗരത്വമായി. ഇരട്ട പൗരത്വം, ഒന്ന് ഭൂമിയിലെ പൗരത്വം, മറ്റൊന്ന് സ്വർഗത്തിലെ പൗരത്വം. അപ്പോ ഇതാ ഈ രണ്ടു പൗരത്വം ഇന്ന് ഈ ഹോളിലുള്ള രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. ഗ്ലോറി. അതിൽ ഒരു പൗരത്വം ഇവിടെ കൊണ്ട് തീരും, മറു പൗരത്വം തീരത്തില്ല. അതിൽ ഒരു പൗരത്വം മരിക്കാനുള്ളതും മറു പൗരത്വം ഭരിക്കാനുള്ളതുമാണ്. ഹലോ, കേട്ടില്ല. ഒരു പൗരത്വം
മരിക്കാനുള്ളതും മറുപൗരത്വം ഭരിക്കാനുള്ളതുമാണ്. ഹലോ, കേട്ടില്ല. അതിൽ ഒരു പൗരത്വം മരിക്കാനുള്ളത്, മറുപൗരത്വം ഭരിക്കാനുള്ളതുമാണ്. ബീസ് ചർച്ചുകൾ ഭരിക്കാനുള്ളതിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മരിക്കാനുള്ളതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബീസ് ചർച്ചുകൾ ഫോക്കസ് ചെയ്യുന്നത് ഭരിക്കാനുള്ള വ്യക്തിയിലല്ല, മരിക്കാനുള്ള വ്യക്തിയില്ല. ഇതുകൊണ്ടാണ് പറയുന്നത് ഫൂളിഷ്നെസ്, വിഡ്ഢിത്തം. ഗ്ലോറി. പലരും ഇത് ചെയ്യുന്ന അവർക്ക് ഇത് അറിഞ്ഞുകൂടാ. ശ്രദ്ധിച്ചേ, ഇനി ഈ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോ ഇതാ ആ വീണ്ടും ജനിച്ചു. ആ വീണ്ടും ജനിച്ച മനുഷ്യനും ഇതാ ഈ നീല കളറിൽ കാണുന്ന മനുഷ്യനും രണ്ടും കൂടി ഒരുമിച്ച് ജീവിക്കുകയാണ് വീണ്ടും ജനിച്ച ശേഷം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനും ദൈവത്തിന് ജനിച്ചവനും കൂടെ ഒരുമിച്ച് ജീവിക്കുകയാണെന്നും പിടുത്തം കിട്ടിയില്ല. ഹലോ, ഒന്ന് ശ്രദ്ധിക്കണേ. സ്ത്രീയിൽ നിന്ന് ജനിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ ആരിൽ നിന്ന് ജനിച്ചതാ? സ്ത്രീയിൽ നിന്ന് ജനിച്ചതാ. കർത്താവ് പറയുന്നു, മത്തായി 11:15 പറയുന്ന, സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാനാണ്, സ്നാപക യോഹന്നാൻ. എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ, അതിന്റെ അർത്ഥം ദൈവത്തിന് ജനിച്ചവരിൽ ഏറ്റവും ചെറിയവൻ പോലും ഈ യോഹന്നാനൊക്കെ വലിയവനാണ്. മനസ്സിലായോ? ഗ്ലോറി. അപ്പോ ഇത് രണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചതാണ് ഈ നീലക്കളറിൽ കാണുന്ന മനുഷ്യൻ. അവനാണ് ജഡം. ഗ്ലോറി. ജഡത്തിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നത്. അതിന്റെ പുറകിലുള്ള ഈ കാണുന്ന വ്യക്തി ദൈവത്തിന് ജനിച്ചതാണ്. ഒരു ക്രിസ്തുവിലായപ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി. അവനാണ് വീണ്ടും ജനിച്ചത്. അവൻ ദൈവത്തിന് ജനിച്ചവനാണ്. അവൻ മരിക്കാനുള്ളവനല്ല. സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ ജഡം. കർത്താവിന്റെ വചനം യോഹന്നാൻ 3-ാം പറയുന്നു, 3:6 പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. ആ ജഡം ഇതാ ഇന്ന് നമ്മൾ ഷർട്ട് ഇട്ടിരിക്കുന്ന, ചുരിദാർ ഇട്ടിരിക്കുന്ന, സാരി ഇട്ടിരിക്കുന്ന ആ ജഡം. ഇതിന്റെ യാത്ര നോക്കിക്കോട്ടോ. ഇന്ന് പ്രത്യാശ വെച്ചിരിക്കുന്ന ജഡത്തിലെ യാത്ര നോക്കിയോ. ആ ജഡം യാത്ര വന്നു ഒരു നിമിഷം. ഇതാ ഇന്നലെ ഞാൻ കണ്ടതാ, പക്ഷെ ഇന്ന് കേട്ടു മരിച്ചു എന്ന്. ഇന്നലെ ഞങ്ങൾ പലചരക്കടയിൽ വെച്ചിട്ട്, സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട്, കാരിഫോറിൽ വെച്ചിട്ട് ഒരുമിച്ച് കണ്ടതാ, പക്ഷെ ഇന്ന് കേട്ടു മരിച്ചത്. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക്. എപ്പോഴാണ് ശവടൊക്കെ തീർന്നു? ഈ വ്യക്തിയിലേക്കാണ് ബീസ് ചർച്ചുകൾ മനുഷ്യരെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത്. ഗോറി. ഇതാണ് വിഡ്ഢിത്തം. ഇതല്ല. ഈ വ്യക്തിയിലെ അനുഗ്രഹം സെന്റർ അനുഗ്രഹിച്ച് എന്റെ കുഞ്ഞെ ഈ ജനത്തെ ചതിക്കരുത്. ഇതെല്ലാം കൊണ്ട് ആ വ്യക്തി പോകുന്ന ഒരു ശവപ്പെട്ടിക്കുള്ളിലേക്കാ. ഈ ജഡത്തിന് ജനിച്ച മരിക്കാനുള്ളതാ. പക്ഷെ ദൈവത്തിന് ജനിച്ച മരിക്കാനല്ല, അവൻ ഭരിക്കാനുള്ളവനാ. ഒന്ന് മരിക്കാനും ഒന്ന് ഭരിക്കാനും. ഉള്ളതാ. ഹല്ലേലൂയ. ഈ ഒരൊറ്റ ചിത്രം മതി പിശാച് മറച്ചതിനെയൊക്കെ ഇത് വെളിപ്പെടുത്തും. അതിനുവേണ്ടിയ സഹോദരൻ, നിങ്ങൾ താഴേക്ക് നോക്കിക്കോ. ഇതാണ് നമ്മുടെ പുറകിലുള്ള ജീവിതം, ജഡത്തിൽ നിന്ന് ജനിച്ച ജീവിതം, ലൈഫ് ബിഹൈൻഡ്. ഇതുകൊണ്ടാണ് നമ്മൾ വായിച്ച ഭാഗത്ത് ദൈവദാസൻ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്ന്. പിൻപിലുള്ളത് മരിക്കാനുള്ള ജീവിതം, മുൻപിലുള്ളത് ഭരിക്കാനുള്ള ജീവിതം. മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശു ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദിനായി സിംഹാസനം, കിങ്ഡം ലാക്കിലേക്ക് ഓടുന്നു. ഗ്ലോറി. രാജാവ് തന്റെ വളർത്തുള്ളവരോട് പറയുന്നു, എന്റെ പിതാവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിങ്ഡം അവകാശമാക്കിക്കൊള്ളുക. ഗ്ലോറി ടു ഗോഡ്. അപ്പോ പ്രിയ ദൈവത്തിന് ഇതുകൊണ്ടാണ് ദൈവം പറഞ്ഞ പിൻപിലുള്ളതിനെ മറന്നിട്ട് വേണോ മുൻപിലേക്ക് ഓടാൻ. ഇന്ന് നമുക്ക് പലർക്കും ഇത് കഴിയുന്നില്ല. കാരണം എന്നറിയാമോ? കർത്താവ് പറഞ്ഞ പ്രിൻസിപ്പിളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞത് ഇതാ, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല, മറ്റൊരു സമയത്ത് പറയാം. എന്നിട്ട് പറയുകയാണ്, ആയതുകൊണ്ട് നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്. വേറെ അപ്പോ ഇതിനു വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം ഇതാ നമ്മളെ ലോകത്തിൽ നിന്ന് പിൻപിലുള്ള ജീവിതം, അതാണ് വേൾഡ് ചർച്ച് ആൻഡ് കിങ്ഡം ഓഫ് ഗാഡ്. ഇതാ ലോകം, സഭ, ദൈവരാജ്യം.
ഇതാ എന്നെയും നിങ്ങളെ ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരെ, അതായത് യേശു ക്രിസ്തുവിന്റെ കാൽവരെ ക്രൂശിൽ വിശ്വസിച്ചവരെ സഭയോട് ചേർത്തു. ഈ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാ നിങ്ങളെ ഒരുക്കിയെടുക്കുന്ന ഒരു സ്ഥലമാണ്. കർത്താവ് എന്നെയും നിങ്ങളെ ഒരുക്കിയെടുക്കുന്ന സ്ഥലമാണ് സഭ. ഗ്ലോറി. ഈ സഭയിൽ നിന്ന് വേണം ഞാൻ നിങ്ങൾ മുൻപിലുള്ള ജീവിതത്തിലേക്ക് കയറാൻ. നമുക്ക് സഭയിൽ നിൽക്കുന്ന നമുക്ക് പിൻപിലുള്ള ജീവിതത്തിലേക്കും പോകാം, സഭയിലുള്ള നമുക്ക് മുൻപിലുള്ള ജീവിതത്തിലേക്കും പോകാം. നമ്മുടെ തീരുമാനമായി ഏത് വേണമെന്ന്. നമ്മുടെ തീരുമാനം. ഇവിടെയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പാമ്പുകളെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. പാമ്പുകളെ പോലെ. എല്ലാ മൃഗത്തെ ഞാൻ എടുക്കുന്നില്ല, പാമ്പിനെ മാത്രം പിടിക്കുക. ഇവിടെ പാമ്പ് ഇതാ എന്താ ചെയ്യണേ? നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ഇന്ന് രാവിലെയാണ് കർത്താവ് ആ ഒരു ഭാഗത്തേക്ക് എന്നെ ഫോക്കസ് ചെയ്യിപ്പിച്ചത്. ഈ പാമ്പിന്റെ പ്രത്യേകത, പാമ്പ് വളരണമെങ്കിൽ പാമ്പ് പടം പൊഴിച്ചേ പറ്റൂ. പാമ്പ് വളരണമെങ്കിൽ പാമ്പ് പടം പൊഴിച്ചേ പറ്റൂ. അതിന്റെ ഒരു പ്രത്യേകത ഈ പാമ്പിന്റെ, അതായത് പാമ്പിന്റെ അകം വളരുമ്പോഴും പാമ്പിന്റെ പുറം അതനുസരിച്ച് വളരത്തില്ല. നമ്മളൊക്കെ അകം വളരുമ്പോൾ നമ്മുടെ സ്കിന്ന് അതിനോടൊപ്പം വളർന്നുകൊണ്ടേയിരിക്കും. പാമ്പ് അകത്ത് വളരുന്നതിമ്പോ പാമ്പിന്റെ പുറം അതനുസരിച്ച് വളരില്ല, അതനുസരിച്ച് സ്ട്രെച്ച് ചെയ്യപ്പെടത്തില്ല. അപ്പൊ പാമ്പിന് വളരണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? പാമ്പിന് വളരണമെങ്കിൽ തന്റെ പുറം ഒഴിച്ചു കളഞ്ഞേ പറ്റൂ, പുറം പൊളിച്ചു കളഞ്ഞേ പറ്റൂ. ഇതുപോലെ തന്നെയാണ് നമ്മളെ ആത്മീക മനുഷ്യന്, അതായത് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും. ഒരു ക്രിസ്തുവിലായ പുതിയ മനുഷ്യനാ. ഗ്ലോറി. അപ്പോ തന്നെ പഴയതുകൊണ്ട് ഇവിടെ എന്തോ സംഭവിക്കണമെന്ന് അറിയാമോ? നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ഉലിഞ്ഞു കളഞ്ഞാലേ നമ്മുടെ പുതിയവന് വളരാൻ പറ്റും. ഗ്ലോറി. നമ്മുടെ പഴയ മനുഷ്യനെ ഒലിഞ്ഞു കളയണം, എങ്കിലേ പുതിയവന് വളരാൻ പറ്റൂ. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു ഡെലിവറൻസ് മീറ്റിംഗിന് പോകേണ്ട ആവശ്യമില്ല. പാമ്പ് തന്റെ ആ പുറമേയുള്ള ആ തൊലി അങ്ങ് ഉലിഞ്ഞു കളയുമ്പോ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇതുവരെയും പാമ്പിനെ ആക്രമിച്ചിരുന്ന എല്ലാ പാരസൈറ്റ്സും, എല്ലാ പ്രാണികളും, എല്ലാ രോഗങ്ങളും അതോടുകൂടെ ഒലിഞ്ഞു കളയുക. പക്ഷെ പാമ്പിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പാമ്പ് നമുക്കൊരു സന്ദേശം തരികയാ വചനത്തിലൂടെ. കർത്താവ് പറഞ്ഞു, ഈ പാമ്പിനെ പോലെ ആയിരിക്കണം, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവനായിരിക്കണം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ സ്വഭാവമാകാനല്ല പറഞ്ഞേ, പാമ്പ് ശ്രമിക്കുകയാണ് എന്റെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു ദുഷ്ടപിശാചിന്റെ സ്വഭാവം ഒന്ന് പോയെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും തൊലി പൊഴിക്കുക. എത്ര തൊലി പൊളിച്ചാലും പാമ്പിന്റെ അകത്ത് എന്തേ വരത്തുള്ളൂ? ആ പഴയത് തന്നെ വരത്തുള്ളൂ, പഴയ സ്വഭാവം തന്നെ വരത്തുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ മനുഷ്യർക്കൊരു മാതൃകയാകാൻ ദൈവം എഴുതി വെച്ചിട്ടുണ്ടല്ലോ ബൈബിളിലെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും തൊലി ഇങ്ങനെ കളഞ്ഞോണ്ടേ ഇരിക്കുകയാ. പക്ഷെ പാമ്പിന്റെ അകത്തുനിന്ന് പഴയത് മാത്രമേ വരുന്നുള്ളൂ. കാരണം പാമ്പിന്റെ അകത്ത് പുതിയതില്ല. പക്ഷെ എന്റെ നിങ്ങളുടെ അകത്ത് അങ്ങനെയല്ല, പുതിയതുണ്ട്. എന്റെ നിങ്ങളുടെ അകത്ത് പുതിയതുണ്ട്. ഒരു ക്രിസ്തുവിലായാൽ അവ പുതിയ സൃഷ്ടിയ, പഴയ മനുഷ്യന്റെ ഉള്ളിൽ പുതിയതുണ്ട്. ഞാനും നിങ്ങളും അതുപോലെ പടം പൊഴിക്കാനൊന്ന് തയ്യാറായെങ്കിൽ എന്റെ നിങ്ങളുടെ അകത്തുനിന്ന് ദൈവാനുഗമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ വെളിയിലിറങ്ങും. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതുകൊണ്ടാ ദൈവവചന എഫേസ്യ ലേഖനം 4:22 പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണോ? നിങ്ങളുടെ ഉള്ളിലെ ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യന്റെ പടം പൊഴിക്കണം. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യൻ നിങ്ങളുടെ അകത്തുണ്ട്. അവനെ ധരിച്ചു കൊള്ളണം. പാമ്പ് എത്ര പടം പൊഴിച്ചാലും പഴയത് തന്നെ, അതേ സ്വഭാവം തന്നെ വരികയാ. ഞാനും നിങ്ങളും പടം പൊഴിച്ചാൽ നമ്മുടെ അകത്തുനിന്ന് കടന്നു വരുന്നത് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു പാമ്പ് അതിന്റെ പഴയ പടം പൊഴിക്കുക, അത് പഴയ പടത്തെ ഒഴിച്ചു കളയുക. പഴയ മനുഷ്യനെ നമ്മൾ ഒഴിച്ചു കളയാൻ കർത്താവ് പറഞ്ഞാൽ അതിന്റെ പഴയ പടം ഒഴിച്ചു കളയുക. അപ്പൊ എന്താ ചെയ്യണേ? അത് വളരുകയാ. നമ്മൾ പലരും വളരാത്തതിന്റെ കാരണം നമുക്ക് പഴയത് ഒഴിച്ചു കളയാൻ മനസ്സില്ല. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ സ്വയത്തെ ത്യജിച്ച്, അതാണ് പഴയ, അത് ത്യജിച്ച് കളയുക. സ്വയത്തെ ത്യജിച്ച്. അമ്മായിയമ്മയോട് എന്തൊക്കെ പറയാനുള്ളൊരു ആഗ്രഹമുണ്ട്, പക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിർത്താം. അമ്മായിയമ്മ ചെയ്ത സകല തെറ്റിനെ ഞാൻ ക്ഷമിച്ച് വീണ്ടും അമ്മായിയമ്മയോട് പോയി ക്ഷമ ചോദിച്ച്. പറ്റുമോ? അമ്മായിയമ്മ ചെയ്ത തെറ്റിന് പോലെ അമ്മായിയമ്മയോട് പോയി ക്ഷമ ചോദിച്ച്. ഗ്ലോറെ.
സ്വയത്തെ ത്യജിച്ച് വളരുകയാ, തന്നെത്തന്നെ തകർത്തുകൊണ്ട് ഈ പടം ഒഴിച്ച് ഒരു ജീവിതം പറ്റുമോ? എങ്കിൽ വളരാം. പാമ്പ് വളരാൻ എന്താ ചെയ്യണേ? അതിന്റെ പടം ഒഴിക്കുകയാ. ഞാൻ നിങ്ങൾ ആത്മീയമായിട്ട് വളരാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ പടം ഒഴിക്കണം. ആ സമയത്ത് ആകാത്ത വേലക്കാരോടുള്ള എല്ലാ കൂട്ടുകെട്ടും ഒഴിവാക്കണം. ജഡത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന സകലരോടുള്ള എല്ലാ കൂട്ടുകെട്ടും ഒഴിവാക്കണം. ഹല്ലേലൂയ. അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഈ നാളുകള് കുഞ്ഞുങ്ങളെ നിങ്ങൾ സഭയിൽ ചേർത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ശുശ്രൂഷ മനസ്സിലാക്കണം. പഴയ മനുഷ്യനെ ഉലിഞ്ഞു കളഞ്ഞ് പുതിയവനെ ധരിക്കണം. അങ്ങനെ ചെയ്താലോ നിങ്ങൾക്ക് വേറൊരു ഡെലിവറൻസ് മീറ്റിംഗിന് പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ? പാമ്പിന്റെ ജീവിതം നോക്കിയേ. എപ്പോഴാണ് പാമ്പ് അത് ചെയ്യുന്നത്? അന്ന് തന്റെ ശരീരത്തിലുള്ള എല്ലാ പാരസൈറ്റ്സ്, തന്റെ രക്തം വലിച്ചു കുടിക്കുന്ന പ്രാണികളും മറ്റുള്ള എല്ലാ രോഗങ്ങളും എല്ലാം അവിടെയാ. ഈ പഴയതിലാ ഉള്ളത്. എല്ലാം പഴയതിലാ ഉള്ളേ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്, നിന്നെ ചതിക്കുന്നത് എല്ലാം പഴയ മനുഷ്യനിലുള്ള ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യൻ. നിന്നെ ചതിക്കുന്നത്, നിന്നെ നശിപ്പിക്കുന്നത് എല്ലാം പഴയ മനുഷ്യനല്ല ഉള്ള. നീ നിരന്തരം അവനെ ഉപേക്ഷിച്ചാലോ? പിശാചിന് പിന്നെ ജീവിതത്തിൽ ഇടയില്ല. ഇതുകൊണ്ടാണ് പാമ്പിനെ കുറിച്ച് എഴുതിയിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോ പാമ്പ് എന്താ ചെയ്യുന്നേ? റിമൂവിങ് പാരസൈറ്റ്സ് ഫ്രം ഹിസ് ബോഡി. അല്ലെങ്കിൽ തന്നെ ഉപദ്രവിക്കുന്ന എല്ലാ ജീവികളെയും എല്ലാ അണുക്കളെയും താൻ ഉപേക്ഷിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ പ്രിയരെ? ഹല്ലേലൂയ. ഇത് പാമ്പിന്റെ പല കാര്യങ്ങളും പഠിക്കുന്നതിൽ ഒന്നാണിത്. ഹല്ലേലൂയ. അപ്പൊ തൽക്കാലം ഇന്ന് സമയത്തിന്റെ കുറവ് മൂലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പ്രിയ ദൈവത്തിനെ മനസ്സിലാക്കുക. ഈ നാളുകളിൽ എന്നെയും നിങ്ങളെ കർത്താവ് സഭയിലാക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സഭ ഒരുക്കിയെടുക്കുന്ന ഒരു സെന്ററാ. പഴയ മനുഷ്യനെ വെടിഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാൻ തക്കവണ്ണം ഒരുക്കിയെടുക്കുന്ന സെന്ററാ. നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ അതൊന്നും പ്രശ്നവും അല്ല, പ്രതികൂലവും അല്ല. നിങ്ങളുടെ പടം പൊഴിക്കാൻ ദൈവം തന്ന അവസരങ്ങളാണ് ഇത്. നിങ്ങൾക്ക് ആത്മീയമായി വളരുവാനുള്ള വളമായിട്ട്, ഒരു ഫെർട്ടിലൈസർ ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇവരെ കുറ്റം പറയാതെ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവനവൻ വളരാൻ നോക്ക്. എവിടെന്ന്? ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്, മരിക്കുന്ന മനുഷ്യനിൽ നിന്ന് ഭരിക്കാനുള്ള മനുഷ്യനിലേക്ക് വളരെ. പഴയ മനുഷ്യൻ മരിക്കാനുള്ളതും പുതിയവൻ ഭരിക്കാനുള്ളതുമാണ്. ഒന്നുകൂടി പറയാ, പഴയ മനുഷ്യൻ മരിക്കാനുള്ളതും അവന്റെ പടങ്ങ് ഒഴിച്ചേരെ. ഗ്ലോറി. പുതിയ മനുഷ്യൻ ഭരിക്കാനുള്ളതുമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കും പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരമാണെന്ന്. കുഞ്ഞുങ്ങളെ, ശരീരമല്ല പഴയ മനുഷ്യൻ. ശരീരം മരിക്കാനുള്ളതെങ്കിലും പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ നമ്മുടെ ജഡിക ചിന്തകളാണ് ഈ പറയുന്നത്. ഗ്ലോറി. ശരീരം രാജാവിന്റെ ആലയമാണ്. ഈ ശരീരത്തിലൂടെയാണ് ദൈവം നമ്മളുടെ ലോകത്ത് വെളിപ്പെടുന്നത്. ഗ്ലോറി ടു ഗോഡ്. ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുക. കാരണം ദൈവം വസിക്കുന്നു ഈ ശരീരത്തിലൂടെ. ദൈവം വെളിപ്പെടുന്നു. ഗ്ലോറി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സൂക്ഷിക്കുക. ഈ നാളുകളിൽ നമ്മുടെ ഫോക്കസ് പിന്നിലുള്ളത് ഫോക്കസ് ചെയ്യുന്നവരാണ് ബീസ്റ്റ്, മൃഗതുല്യമായ ജീവിതം. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, മാനത്തോടെ സൃഷ്ടിച്ച നീ വിവേകശൂന്യനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ് ഞാൻ. അപ്പോ ആ ലെവലിലല്ല നാം പോകേണ്ടത്. നമ്മളുടെ ചിന്തകൾ ഉയരത്തിലായിരിക്കട്ടെ. ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഭൂമിയിലുള്ളതോ പൊഴിച്ചു പോട്ടെ, പൊഴിയട്ടെ. ഉയരത്തിലേക്ക് ധരിക്കട്ടെ. പൊഴിയുന്നത് മരിക്കും, ധരിക്കുന്നത് ഭരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കുക, ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക. ഇതിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. തന്റെ ജീവിതത്തിൽ പഴയതിനെ കളയുവാൻ താൻ തയ്യാറായിരുന്നു. എന്തിനു വേണ്ടി? ദൈവവചനം പറയുന്നു, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഇന്ന് നാം ജീവിക്കേണ്ടത് ഇന്നത്തെ ലോകത്തെ കണ്ടുകൊണ്ടല്ല, നാളത്തെ ലോകത്തെ കണ്ടുകൊണ്ട് ഇന്ന് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ഹോളിലായിരിക്കുന്ന, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം.
പാടും. ഞാനും പ്രിയനാമെൻ യേശുവെ കാണും. ഞാനും പ്രിയനാമെൻ യേശുവെ കാണും. ഞാനും പ്രിയനാമെൻ യേശുവെ കാണും. ഹല്ലേലൂയ എന്നുച്ചത്തിൽ ഞാൻ ആത്മബോധത്താൽ ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ. പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ശുദ്ധർ